ഹലോ ഗൈസ്, കുറേ കാലമായി കണ്ണനെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. കോളേജിൽ വന്നിട്ട് കൊല്ലമൊന്നും കഴിഞ്ഞെങ്കിലും ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ലല്ലോ, മൂപ്പരും കൂടി വിചാരിക്കണ്ടേ. അങ്ങനെ 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടാളും ചാടി പുറപ്പെട്ടു. പെൺകുട്ടികൾ ഒരുങ്ങി പോകുന്നതിന് പോലും കണ്ണന് കാണാനിഷ്ടം. അതുകൊണ്ടാണ് എല്ലാവരും ഗുരുവായൂർ പോകുന്നേരം നല്ല സാരിയും മുല്ലപ്പൂവൊക്കെ ഇട്ട് പോകുന്നത്. ഇത് ഡാസ്ലറിൻ്റെ 025 എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്. വലിയ സംഭവം വിചാരിച്ചിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതാക്കുന്ന സത്യം മനസ്സിലാക്കി, എന്ത് ചെയ്തിട്ടൊരു മേന വരുന്നില്ലല്ലോ എന്ന്. പരന്ന കൺമശം വഹിക്കുമ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പ്രഷൻ വരാറുണ്ടോ ഗൈസ്? ഇതിന് മാച്ചായ കമ്മൽ കണ്ടുപിടിക്കലാട്ടോ അടുത്ത ടാസ്ക്. എനിക്ക് നോക്കി മതിയായി. ഇപ്പോൾ സായിനോട് നന്ദനോട് ചോദിച്ചു, ഓർക്ക് ഈ കമ്മലാട്ടോ ഇഷ്ടമായത്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എവിടെയെങ്കിലും പോകാൻ നോക്കുന്നവര് ഇങ്ങനെ മുഖത്ത് കുരു വരുന്ന എന്ത് കഷ്ടമാണല്ലേ പാവം കുട്ടി. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഗൈസ്. ഇനി കണ്ണനെ കാണാൻ പോവാം. ഞങ്ങളെ കോലം കണ്ട് ഞങ്ങൾ തന്നെ ചിരിച്ചതാട്ടത് വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മളെ കോളേജിലെ 2 കുട്ടികൾ. ഇവർ ഓടിച്ചിട്ട് എങ്ങനെയല്ല ബസ് സ്റ്റോപ്പ് എത്തിയെന്ന് പറഞ്ഞുകൂടാ. ചെന്നപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിൽ കയറി. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഗുരുവായൂരേക്ക്, അത്ര വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ അത് നിർബന്ധമാണല്ലോ. ഇതുപോലെ മുല്ലപ്പൂവൊക്കെ വെച്ച് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ചേച്ചിനെ കണ്ടിട്ടോ. 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് പടിഞ്ഞാറേനടയാണേ. പടിഞ്ഞാറേനടേൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ കയറിയത്. ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്ക് കണ്ടു. കയറാനുള്ള ലൈന് കണ്ടപ്പോൾ തന്നെ കാര്യം ഏകദേശം തീരുമാനമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരിന്നൊക്കെ അയച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നന്ദന ഒരു നെയ് റോസ്റ്റും ഞാൻ പൊങ്കലാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മടുപ്പൊക്കെ വന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ പൊങ്കൽ കഴിച്ചത്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഫുള്ള് പണി നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കണ്ടുവന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പോയി ലൈൻ നിന്ന് ഒരു 2-2.5 മണിക്കൂർ നേരം വരി നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റി. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഉള്ളിൽ കയറുന്ന നേരം ഫോൺ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉള്ളിൽ കയറി കണ്ണനെയൊക്കെ കണ്ട് തൊഴുതു. ഭയങ്കര സന്തോഷമായി. കുറേ ദിവസം ഇങ്ങനെ ഭയങ്കര വിഷമത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറി കണ്ണനെ കണ്ടപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമൊക്കെ ആയി. അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫുൾ ഫോട്ടോസൊക്കെ എടുത്ത്. ഇത് ഞാൻ വരച്ച കണ്ണനാട്ടോ. ഗുരുവായൂർ പോകുന്നതിൻ്റെ മുന്നേ എന്തായാലും വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയില്ല, അത് നമുക്ക് വിഷമമൊക്കെ വരുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത് എത്ര ശരിയല്ലേ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല ചേഞ്ചായി, നല്ല സന്തോഷമായി. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നല്ലതും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ചൂടുള്ള സമയമായിട്ട് പോലും ആ വരി നിന്നപ്പോഴൊന്നും ഒരു വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ. ചിലപ്പം ഭഗവാൻ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീലൊന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കണ്ണനോട് യാത്ര പറഞ്ഞു, പിന്നീട് കാണാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് പോരുക കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെയുള്ള നന്ദനത, ഇവള് നല്ല കൃഷ്ണഭക്തിയാട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. കണ്ണനെ ഇങ്ങനെ തൊട്ടിലാട്ടുന്ന കണ്ണനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തപ്പി നടന്നിട്ട് അവസാനം കിട്ടി കേട്ടോ. എന്ത് രസമല്ലേ ഉണ്ണിക്കണ്ണന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പോകുന്നത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്കാട്ടോ. 1 വർഷത്തിന് ശേഷമാണ് ചെല്ലുന്നത്. ഗുരുവായൂർ വന്നിട്ട് ഇവിടെ കയറാണ്ട് എങ്ങനെയാണ് പോവുക. അങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ആട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി മുളക് ബജ്ജി കഴിക്കാം കേട്ടോ. ആളും ജ്യൂസിന് പറഞ്ഞിട്ട് അവസാനം ഓളം മാത്രം വന്നു ഗെയ്സ്. ഞാൻ ശശിയായി. നല്ല ഇരുള്ള മുളക് ബജ്ജിയായിരുന്നു. അവസാനം ഓള ജ്യൂസിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് കുടിച്ചപ്പോൾ ഒരാശ്വാസം. ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ട് കണ്ടോ, എൻ്റെത് അവിടെ അടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കാത്തിരുന്ന് എനിക്ക് എൻ്റെ ജ്യൂസ് കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് കിട്ടി ഇവളത് പകുതി പോലെ ആക്കിയില്ല. അതിന് ശേഷം കിഴക്കേ നടയിലുള്ള പ്രിയങ്കയിലേക്കാട്ടോ ഞങ്ങൾ പോയത്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വളരെ വിലക്കുറവിൽ അവിടെ കിട്ടും കേട്ടോ. നേരത്തെ കാണിച്ച എൻ്റെ റൂംമേറ്റ് ആട്ടോ എനിക്കിത് കാണിച്ചു തന്നത് ഈ ഷോപ്പ്. അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതുവരെ അവിടെ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയോ കേട്ടോ, അടിപൊളി ഷോപ്പാണ്. അതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് കോളേജിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഇനിയൊരു ഉറക്കം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇത്രയും പറഞ്ഞത് ശരിയായെന്നറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.